ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർട്ടീസ് വ്ലോഗ്. അപ്പം ഇന്നൊരു സൺഡേ ഇട്ടൊരു ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു, സിമ്പിളായിട്ട്. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, തീ കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ മണമൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വേപ്പിലുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ ഇവിടെ വേപ്പില്ലാത്തതുകൊണ്ട് ചേർക്കാനത്. എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്ന് പറയണേക്കാം. അതുകൊണ്ട് അങ്ങനെ ഉപ്പിട്ട് വഴറ്റി ഇനിയൊരു ബ്രൗണിഷ് കളറാണ് വരെ നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലയും കുരുമുളക് പൊടിയാണ് ഇട്ടേക്കണം. പക്ഷെ കുരുമുളകിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ മീറ്റ് മസാല ഇട്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറണ വരെയും നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബീഫ് എടുത്തിടാം. അപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്, സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം, തീ കുറച്ച് വെച്ചിട്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇറച്ചിയിൽ നിന്ന് കുറച്ച് വന്നോളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞാലാന്ന് ഓർത്തിട്ട്. ഇത്ര മതി. എന്നിട്ട് നമ്മൾ ഒരു 10-15 വിസിൽ ഞാൻ കേൾപ്പിക്കാറുണ്ട്. വിസിലേക്ക് ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ബീഫ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം, ആവി കളഞ്ഞിട്ട്. അപ്പോൾ ആ ബീഫ് കറി ആയിട്ടുണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഞാൻ നോക്കാണ്ട് ഉപ്പുണ്ടായില്ലെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ കുഴപ്പമില്ല, കറി സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാറൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റിക്കല്ലാന്ന് ഓർത്തിട്ട് ഒന്നും കൂടി കത്തിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഈസി ബീഫ് കറി റെഡി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.